അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നടപടിക്രമങ്ങൾ ആ കേസിൽ നടന്നിട്ടുണ്ട്. ഞാൻ പറയില്ലേ, ഒരു പ്രാവശ്യം ഇത് വളരെ വിശദമായി അന്വേഷിച്ചു. എന്നിട്ട് ഒരു കാരണവശാലും ഇത് നിലനിൽക്കുന്നതല്ല എന്ന് വിജിലൻസ് തന്നെ റിപ്പോർട്ട് കൊടുത്തു. അത് ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ച് കേസ് ഡ്രോപ്പ് ചെയ്തു. രണ്ടാമത് വീണ്ടും ഒരു പരാതി, അങ്ങനെയാണല്ലോ, പരാതി എഴുതി മേടിച്ചിട്ടാണല്ലോ, പിന്നീട് വീണ്ടും പരാതി എഴുതി മേടിച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗത്തുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്. ഇനി വേറെ ഏതെങ്കിലും അല്ല, ഇനി വേറെ ഒരു ഫൈൻഡിങ്, നമ്മൾ ആരും അറിയാത്തൊരു ഫൈൻഡിങ്, ഭയങ്കര കുഴപ്പം പിടിച്ച എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടെങ്കിൽ എം.വി. ഗോവിന്ദൻ പറഞ്ഞവരെ CBI വിടട്ടെ, CBI അന്വേഷിക്കട്ടെ. ഞാൻ FCRI വകുപ്പിൻ്റെ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞേ, ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു പോയെന്നും കൂടി ഒന്ന് പറഞ്ഞേക്ക്. UDF നയിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ കേസ് വരുമ്പോൾ അത് UDFന്റെ കോൺഫിഡൻസിനെ ബാധിക്കില്ലേ? അല്ല, അതൊന്നും എനിക്ക് യാതൊരു വിരോധമില്ല. എൻ്റെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫൈൻഡിങ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് CBIക്ക് വിടണതിൽ എനിക്ക് യാതൊരു പരാതി.